കേരള സ്റ്റേറ്റ് GST ഡിപ്പാർട്ട്മെന്റിന്റെ ടാക്സ് കളക്ഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഏപ്രിൽ 2024 ഡാറ്റയാണ്, ഏപ്രിൽ മാസത്തെയാണ്. ഇതിലെ ടോട്ടൽ GST കളക്ഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ടോട്ടൽ GST റവന്യൂ എന്ന് പറഞ്ഞിട്ട് 3049 കോടിയാണ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഏപ്രിൽ 2024. അപ്പോൾ 3049 crore. ഇനി അതേസമയം കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത്, അതായത് ഏപ്രിൽ 23 നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയത് 2974 crore ആണ്. അതേസമയം ഇപ്രാവശ്യം 3049 crore, അതായത് ഗ്രോത്ത് പെർസെൻറ്റേജ് 2.51%. ഇത് കേരള സ്റ്റേറ്റ് GSTയുടെ ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടിട്ടുള്ള ടാക്സ് കളക്ഷന്റെ ഫിഗേഴ്സ് ആണ്. ഇപ്പോൾ ടാക്സ് റവന്യൂ നമുക്ക് കാര്യമായിട്ട് കൂടുന്നില്ല, വെറും 2.51% ആണ് ഗ്രോത്ത് നമുക്കുള്ളത്. അപ്പൊ ഇത് വളരെ ചെറുതാണ്. കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ പറഞ്ഞിരുന്നു, ആവറേജ് ഒരു 7% ഇക്കോണമി ഗ്രോ ചെയ്യുകയും ഒരു 7% അല്ല 6 to 7% വരെ ഇൻഫ്ലേഷൻ ഉണ്ടാവുമ്പോൾ എങ്ങനെ പോയാലും നോർമൽ കേസിൽ ഒരു 14% റഫലി GST റവന്യൂവിൽ ഗ്രോത്ത് ഉണ്ടാവേണ്ടതാണ്. പൊതുവെ ഓൾ ഓവർ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഒരു 12-13% ഗ്രോത്ത് ഉണ്ട്. പക്ഷെ നമുക്ക് അത് വളരെ കുറവേ ഉള്ളൂ, 2.51%. അത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതാണ്. ഓക്കെ, ഇനി ടാക്സ് പെയർ സർവീസസ് ഡിവിഷനിൽ നടന്നിട്ടുള്ള കാര്യങ്ങളുടെ ഡാറ്റയാണ്. ഒന്ന്, രജിസ്ട്രേഷൻ. പുതിയ രജിസ്ട്രേഷനുകൾ, നമ്പർ ഓഫ് ടാക്സ് പേ, GST ടാക്സ് പേയേഴ്സ് 3591 പുതിയ രജിസ്ട്രേഷൻ ഈ മാസം ഏപ്രിൽ 2024 എടുത്ത് 3591. അതേസമയം ക്യാൻസലേഷൻ നടന്നത് 2990. അങ്ങനെ മൊത്തം ഇപ്പോൾ 4,14,625 GST രജിസ്റ്റേർഡ് ടാക്സ് പേയേഴ്സ് ആണ് കേരളത്തിലുള്ളത്. 4,14,625 ഏപ്രിൽ 2024 അവസാനത്തോടു കൂടെ. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഏപ്രിൽ മാസത്തിൽ ഏകദേശം 3999 ഓർഡറുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഏകദേശം 4000 എന്ന് വെച്ചോളൂ. അപ്പോൾ 4000 ഓർഡറുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ മൊത്തം GST 1365 കോടി രൂപയുടെ ഓർഡറുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും, ഒരുപാട് പേർക്ക് ഓർഡറുകൾ ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഈ ഏപ്രിൽ 2024. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, GSTയിലെ കേരള GST ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റ് വിങ്ങിന്റെ പെർഫോമൻസ് ആണ്. മൊത്തം 700 ഫയലാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഡ്രാഫ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് മീറ്റിംഗിൽ പ്രസന്റ് ചെയ്തിട്ടില്ല. അതിലുള്ള അപ്രൂവല് ഒന്നിനും കൊടുത്തിട്ടുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം 700 ഫയൽ അലോട്ട് ചെയ്തു, അതിന്റെ ഓഡിറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുക. വോളണ്ടറി പേയ്മെന്റ് ഏകദേശം 2,16,00,000 രൂപയാണ്. മൊത്തം വോളണ്ടറി കളക്ഷൻ പേയ്മെന്റ് ടാക്സ് പെയർ സ്വയം ഓഡിറ്റ് ചെയ്ത് ഓഡിറ്റിൽ മിസ്റ്റേക്കുകൾ കണ്ടപ്പോൾ 2 കോടി രൂപയാണ് അടച്ചിട്ടുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം ഓഡിറ്റ് വിങ്ങിന്റെ പെർഫോമൻസ് ഒരുപാട് ഇംപ്രൂവ് ചെയ്യാനുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി ഇന്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് വിങ്ങിന്റെ പെർഫോമൻസിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ന്യൂ ഇൻവെസ്റ്റിഗേഷൻസ് 52 ഇൻവെസ്റ്റിഗേഷൻ ആണ് ഏപ്രിൽ മാസത്തിൽ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്പർ ഓഫ് വെഹിക്കിൾസ് ചെക്ക്ഡ് 1,16,377 വെഹിക്കിൾ ചെക്ക് ചെയ്തു. അതിൽ കേസസ് ബുക്ക് ചെയ്തിരിക്കുന്നത് 406 കേസാണ്. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏകദേശം 0.34%, അതായത് 100 വണ്ടികൾ ചെക്ക് ചെയ്താൽ അര വണ്ടി പോലും ഡിഫക്റ്റ് ഉള്ളതായിട്ട് കാണുന്നില്ല, കേസുകൾ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആവറേജ് മുൻപ് എപ്പിസോഡുകൾ നമ്മൾ കണ്ടിരുന്നു, വെഹിക്കിളുകൾ ചെക്ക് ചെയ്യുമ്പോൾ 0.552 അല്ലെങ്കിൽ 0.53, 0.55 അങ്ങനെയുള്ള പെർസെൻറ്റേജ് ആണ് വെഹിക്കിള് ചെക്കിങ്ങിൽ തെറ്റുകൾ കാണാറുള്ളത്. അതായത് കേസുകൾ ബുക്ക് ചെയ്യുന്നത് 0.54 അല്ലെങ്കിൽ 0.52, 0.53 അത്രയാണ്. എന്ന് പറഞ്ഞാൽ 100 വണ്ടികൾ ചെക്ക് ചെയ്താൽ അര വണ്ടിയിൽ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ 99 വണ്ടിയും തെറ്റില്ലാതെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി ഈ ഏപ്രിൽ 2024 നോക്കിയപ്പോൾ അത് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്തു. അതായത് കംപ്ലയൻസ് കുറച്ചുകൂടി ബെറ്റർ ആയി. കാരണം ഇപ്പൊ നമുക്ക് 0.34% ഉള്ളൂ. അപ്പോ മുൻ മാസങ്ങളിലുള്ള അത്രയ്ക്കും തെറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ 0.5% എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 600 വണ്ടിയിൽ പ്രോബ്ലം കാണേണ്ടതാണ്. പക്ഷെ 600 വണ്ടികളിൽ പ്രോബ്ലം ഇല്ല, 400 വണ്ടികളിലെ പ്രോബ്ലം ഉള്ളൂ. അതിന്റെ അർത്ഥം കംപ്ലയൻസ് കുറച്ചുകൂടി ബെറ്ററായി, ടാക്സ് പെയർ കുറച്ചുകൂടി ലോ കംപ്ലൈ ചെയ്തു, മിസ്റ്റേക്കുകൾ വരുന്നത് കുറഞ്ഞു എന്നാണ് അതിൻ്റെയൊക്കെ അർത്ഥം വരുന്നത്. അതുപോലെ തന്നെ 129 പെനാൽറ്റി വെച്ചിരിക്കുന്നത് 1,26,00,000 രൂപയാണ്. അവനെ കോൺഫിസ്കേഷൻ ചെയ്തിട്ടുള്ള കേസുകൾ
21 കയ്യിൽ അടച്ചിരിക്കുന്ന ടാക്സ് 64 ലക്ഷമാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ചെറിയ എമൗണ്ടുകളാണ്. അപ്പോൾ ഒരു ഇത്ര വലിയ തെറ്റുകളുള്ളതായിട്ട് ഇവിടെ കാണുന്നില്ല. കൊച്ചു കൊച്ചു തെറ്റുകളാണ് കാണുന്നുള്ളൂ. ഒരുപാട് ഇവേഷൻ ഒന്നും ഇവിടെ കണ്ടെത്തിയിട്ടില്ല. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ്. ഓഡിറ്റിൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. കാരണം വെറും 2 കോടിയാണ് ഇപ്പൊ നമുക്കിത് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇതൊക്കെയാണ് കേരള സ്റ്റേറ്റ് GST ഡിപ്പാർട്ട്മെന്റിന്റെ പെർഫോമൻസ് അനാലിസിസ്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി.